വെൽക്കം ടു മോദി കെയർ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു സൂപ്പർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമാണ് മോദി കെയർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് നൗ മോദി കെയർ മാനേജ്മെന്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ കേട്ടതിന് ശേഷം. കാരണം അത്രയധികം നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് എലമെന്റുകൾ ഈ ഒരു ബിസിനസ് പ്ലാനിൽ എനിക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കാറുണ്ട്, പലപ്പോഴും കാലഹരണപ്പെട്ടു പോയ ബിസിനസ് പ്ലാനുകളാണ് പല മാനേജ്മെന്റും പല കമ്പനികളും ഫോളോ ചെയ്യാറുള്ളത്. പക്ഷേ മോദി കെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച രീതിയിലുള്ള പല അപ്ഡേഷൻസും പല മോഡിഫിക്കേഷൻസും മോദി കെയർ മാനേജ്മെന്റ് സധൈര്യം ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഈ അടുത്ത് വളരെ റിസർച്ച് ചെയ്ത് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ശരിക്കും ഫീൽഡിൽ നടക്കുന്നത്, ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ട കാലഘട്ടത്തിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 72% പേ ഔട്ട് തരുന്ന ഒരു പ്ലാനാണത്. ഇന്ന് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പേ ഔട്ട് തരുന്ന ഒരു ഇൻകം പ്ലാൻ ആണെന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. എപ്പോഴും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനി ബിസിനസ് പ്ലാൻ, നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് 4 തരത്തിലുള്ള 4 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, 4 പില്ലേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത്, ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവരാണ്. രണ്ടാമത് വരുന്നത് ബേസ് ലെവൽ ആൾക്കാരാണ്, ദാറ്റ് മീൻസ് അഡ്വൈസേഴ്സ് ആണ്. മൂന്നാമത് വരുന്നത് ബിസിനസ് ബിൽഡേഴ്സ്, ദാറ്റ് മീൻസ് മിഡിൽ ലെവൽ പീപ്പിൾ. നാലാമത് വരുന്നത് മെന്റേഴ്സ് അഥവാ ടോപ്പ് ലീഡർഷിപ്പിൽ വരുന്ന ആൾക്കാർ. അപ്പൊ പലപ്പോഴും നമ്മൾ ഏത് പ്ലാൻ നോക്കുന്ന സമയത്തും ഈ 4 കാറ്റഗറി ആളുകളെയും കൃത്യമായി അലൈൻ ചെയ്ത് നമുക്കൊരു പ്ലാൻ പലപ്പോഴും കിട്ടാറില്ല. പക്ഷേ ഇവിടെ ഇൻഫിനിറ്റി പ്ലാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 4 കാറ്റഗറിയിലുള്ള ആളുകളെയും വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ നമുക്ക് തരുന്ന ഇൻകം ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 12 ടൈപ്പ് ഇൻകം നമുക്ക് ഈ ഒരു പ്ലാനിൽ തരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കസ്റ്റമർ ആയിട്ടാണോ മോദി കെയറിലേക്ക് വരുന്നത് അതോ അഡ്വൈസർ ആയിട്ടാണോ? ഒരു കസ്റ്റമർ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്കൊരു വലിയ ഒരു ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ ബി എ പ്രിഫേർഡ് കസ്റ്റമർ. മോദി കെയറിന്റെ പ്രിഫേർഡ് കസ്റ്റമർ ആയിട്ട് നിങ്ങൾക്ക് മാറാം. ദാറ്റ് മീൻസ് ഏകദേശം നിങ്ങൾക്കൊരു 35% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രിഫേർഡ് കസ്റ്റമർ പ്രോഗ്രാം നമുക്കുണ്ട്. സോ നിങ്ങൾക്ക് കമ്പനിയുടെ എല്ലാ പ്രോഡക്ട്സും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതുകൂടാതെ ഫ്രീ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് ദ മന്ത്, അതുപോലെ തന്നെ ലോയൽറ്റി പ്രോഗ്രാം തുടങ്ങിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഡിസ്കൗണ്ട് പ്രോഗ്രാമുകളുടെയും ഭാഗമായി നിങ്ങൾക്ക് മാറാം. സോ മോദി കെയർ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലൈഫ് ലോങ് എൻജോയ് ചെയ്യാം. മോദി കെയർ ലോയൽറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സപ്പോസ് ഒരു 5,000 റുപ്പീസിന്റെ പ്രോഗ്രാം നിങ്ങൾ 6 മാസത്തേക്ക് തുടർച്ചയായിട്ട് വാങ്ങുകയാണെങ്കിൽ 7ാമത്തെ മാസം നിങ്ങൾക്ക് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും സൗജന്യമായിട്ട് വാങ്ങിക്കാം. ഇതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ അതൊരു വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോയൽറ്റി പ്ലസിലൂടെ വീണ്ടും അടുത്ത ഒരു ബെനിഫിറ്റ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. 10,000 രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾക്ക് ആ സമയത്ത് ലഭിക്കുന്നത്. അപ്പോൾ ഒരു 3 മടങ്ങ് നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്ട്സ് ലഭിക്കുന്ന ഒരു ലോയൽറ്റി പ്രോഗ്രാം പ്രിഫേർഡ് കസ്റ്റമേഴ്സിന് മോദി കെയറിലൂടെ ലഭിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് 12 ടൈപ്പ് വരുമാനമാണ് നമുക്കുള്ളത്. ഈ 12 ടൈപ്പ് വരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് സേവിംഗ് ഓൺ കൺസപ്ഷൻ. അപ് ടു 33% വരെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ലഭിക്കുന്ന, ഡിസ്കൗണ്ട്സ് ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സേവിംഗ് ഓൺ കൺസപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രോഗ്രഷൻ ബോണസ്. സോ നിങ്ങളൊരു അഡ്വൈസർ ആണെങ്കിൽ, നിങ്ങൾ മോദി കെയറിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രഷൻ ബോണസ് എന്ന് പറയുന്ന ഒരു ബോണസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ ബോണസിന് വേണ്ടി കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത് 6% ആണ്. സോ ഏതൊരു വ്യക്തിക്കും വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന പ്രോഗ്രഷൻ ബോണസിലൂടെ ഒരു മിനിമം സ്ട്രക്ചറിലൂടെ തന്നെ ഒരു ചെറിയ വരുമാനം ആസ്വദിച്ചു തുടങ്ങാം. അതാണ് പ്രോഗ്രഷൻ ബോണസിന്റെ പ്രത്യേകത. രണ്ടാമത് വരുന്നത് പവർ ഓഫ് 4. ഈ ഒരു ഇൻഫിനിറ്റി പ്ലാനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു പവർ ഓഫ് 4 സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. സോ പവർ ഓഫ് 4ലൂടെ നിങ്ങൾക്ക് 5% കമ്പനി മാറ്റിവെച്ചിരിക്കുന്ന പൂൾ ഇൻകം, നിങ്ങൾക്ക് ഷെയർ വാല്യൂ എന്ന് പറയുന്ന ആ ഒരു ഇൻകം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് ലെവൽ നിങ്ങൾ 4 പേരെ കൊണ്ടുവരുന്നതിലൂടെ അല്ലെങ്കിൽ 4 പേരെ സ്പോൺസർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് സ്പോൺസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഷെയർസ് ലഭിക്കുന്നു. അതേസമയം തന്നെ അടുത്ത സെക്കൻഡ് ലെവൽ കൂടെ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 4 ഷെയർസ് നിങ്ങൾ ലഭിക്കുന്നു. തുടക്കത്തിൽ തന്നെ വളരെ ക്വിക്കായിട്ടുള്ളൊരു വരുമാനം നേടിയെടുക്കാൻ ഈ പവർ ഓഫ് 4 നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അങ്ങനെ നിങ്ങൾ പവർ ഓഫ് 4 സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ടൈറ്റിൽ ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കുന്നു.
സോ ഡയറക്ടർ എന്ന് പറയുന്ന റാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇൻഫിനിറ്റി പ്ലാനിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റാങ്കാണ്. അത് മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒരു കോർണർ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ സാധിക്കും. കാരണം ഈ ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കാണ് പിന്നീടുള്ള നമ്മളുടെ ടൈറ്റിലിനെ മുഴുവൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ഡയറക്ടർ ആവുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്? വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ബോണസുകളാണ് ഒരു ഡയറക്ടർ റാങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളൊരു ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് ലഭിക്കുന്നു, അതുകൂടാതെ നിങ്ങൾക്ക് വെഹിക്കിൾ ബോണസ് ലഭിക്കുന്നു, അതുകൂടാതെ നിങ്ങൾക്ക് നാഷണൽ ട്രാവൽ ഫണ്ടും ലഭിക്കുന്നു. ഒരു ഡയറക്ടർ ആവുന്ന സമയത്ത് ഇത്രയും ഫണ്ട് ലഭിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഡയറക്ടർ ആവാൻ വേണ്ടി നമുക്ക് വരുന്ന വോളിയം എന്ന് പറയുന്നത് 1100 പോയിന്റ് വാല്യൂ ആണ്. 1100 പോയിന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു പവർ ഓഫ് 4 സ്ട്രക്ചർ വെറും 2 ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന 1100 പോയിന്റ് വാല്യൂയിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന 3 ബോണസുകൾ കമ്പനി നമുക്ക് തരുന്നുണ്ട്. സോ ബീങ് എ ഡയറക്ടർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറുന്നു. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ, നമുക്ക് എല്ലാവർക്കും അറിയാം മോദി കെയറിന്റെ പ്രോഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഏകദേശം 15ഓളം കാറ്റഗറിയിലായിട്ട് നിരവധി ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത്. ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഒരു ഡയറക്ടർ ആകുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ബോണസുകൾ ലഭിക്കുന്നു. അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ നിങ്ങൾക്ക് എത്രമാത്രം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതാണ് നിങ്ങളുടെ അടുത്ത ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഡയറക്ടറെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സീനിയർ ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ വിൻ ചെയ്യുന്നു. 2 ഡയറക്ടേഴ്സിന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്നു. 3 ഡയറക്ടേഴ്സ് വരുന്ന സമയത്ത് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്നു. 4 പേരെ നമ്മൾ ഡയറക്ടേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റിനം ഡയറക്ടറായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ ഓരോ റാങ്കും അച്ചീവ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്താണ്? അവിടെയാണ് ഇത് കൃത്യമായ ഒരു അലൈൻമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാൻ ആയിട്ട് മാറുന്നത്. നിങ്ങൾ ഡയറക്ടർ റാങ്കിൽ നിന്ന് സീനിയർ ഡയറക്ടറിലേക്ക് നിങ്ങൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് യു ആർ എലിജിബിൾ ഫോർ മെന്റർഷിപ്പ് ബോണസ്. നമുക്ക് നമ്മളുടെ ഇൻഫിനിറ്റി പ്ലാനിലെ ഏറ്റവും വലിയ വരുമാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന മെന്റർഷിപ്പ് ബോണസ് ആണ്. സോ മെന്റർഷിപ്പ് ബോണസിലൂടെ നമുക്ക് വലിയൊരു വരുമാനമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് സീനിയർ ഡയറക്ടർ ആൻഡ് എബവ് റാങ്കിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ ഡയറക്ടറെയും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് മാറുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേൾഡ് ട്രാവൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫണ്ട് കൂടെ ഓപ്പൺ ചെയ്യുന്നു. നോക്കൂ, ഡയറക്ടറിൽ നിങ്ങൾക്ക് 3 ബോണസുകൾ ലഭിക്കുന്നു. സീനിയർ ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ബോണസ് ലഭിക്കുന്നു. എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു ബോണസ് കൂടെ ഓപ്പൺ ആവുന്നു. ദാറ്റ് മീൻസ് വേൾഡ് ട്രാവൽ ഫണ്ട്. അപ്പോൾ ഓരോ റാങ്കിലും നമുക്ക് ഇത്രയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ബോണസുകൾ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്, നമ്മളുടെ ഇൻഫിനിറ്റി പ്ലാൻ മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ ഒരു ടീമിൽ ഒരു ഡയറക്ടർ കൂടെ വരുന്നതോടുകൂടി നമ്മൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ വിൻ ചെയ്യുന്നു. ഒരു പക്ഷേ മോദി കെയർ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ഒരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു കാർ വാങ്ങിക്കുക എന്ന് പറയുന്നത്. സോ നിങ്ങൾ 3 വ്യക്തികളെ സ്പോൺസർ ചെയ്തുകൊണ്ട് ആ 3 ഗ്രൂപ്പിൽ ഒരു ഡയറക്ടറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ വിൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല, യു ആർ എലിജിബിൾ ഫോർ ലക്ഷറി കാർ ഫണ്ട്. നിങ്ങൾ ലക്ഷറി കാർ ഫണ്ടിന് നിങ്ങൾ എലിജിബിൾ ആവുന്നു. ആ മാസം നിങ്ങൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടൈറ്റിൽ ക്വാളിഫൈ ചെയ്താൽ ഡെഫിനറ്റ് ആണ് ആ മാസം തന്നെ നിങ്ങൾക്ക് ലക്ഷറി കാർ ഫണ്ട് നിങ്ങൾക്ക് എലിജിബിൾ ആവുന്നു. ആലോചിച്ച് നോക്കുക, എന്ത് രസകരമായിട്ടാണ് ഈ ഒരു കോമ്പൻസേഷൻ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ റാങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഡയറക്ടർ ബോണസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നാഷണൽ ട്രാവൽ ഫണ്ട് അവൈലബിൾ ആണ്, വെഹിക്കിൾ ബോണസ് അവൈലബിൾ ആണ്. ദെൻ അടുത്ത റാങ്കിലേക്ക് വരുമ്പോൾ ആ 3 ബോണസിന്റെ കൂടെ 4ാമത്തെ ഒരു ബോണസ് കൂടെ കിട്ടുന്നു, അതാണ് മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. അടുത്ത റാങ്കിലേക്ക് വരുമ്പോൾ എക്സിക്യൂട്ടീവിലേക്ക് വരുന്ന സമയത്ത് 5ാമത്തെ ബോണസ് ഓപ്പൺ ആവുന്നു, വേൾഡ് ട്രാവൽ ഫണ്ട്. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്ന സമയത്ത് 6ാമത്തെ ബോണസ് അവൈലബിൾ ആവുന്നു, ലക്ഷറി കാർ ഫണ്ട്. 4ാമത്തെ ഗ്രൂപ്പിൽ കൂടെ നമുക്കൊരു ഡയറക്ടർ വരുന്ന സമയത്ത് നമ്മളൊരു പ്ലാറ്റിനം ഡയറക്ടർ ആവുന്നു. പ്ലാറ്റിനം ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കുക എന്ന് പറയുന്നത്. സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 4 ലെഗിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും വെറും 4 ഓർഗനൈസേഷനിലൂടെ 4 പാർട്ട്നേഴ്സിനെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ, അതാണ് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. സോ 4 ഓർഗനൈസേഷൻ നിങ്ങൾ ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. നൗ യു ആർ എ പ്ലാറ്റിനം ഡയറക്ടർ. ആക്ച്വലി ഈ 4 ഓർഗനൈസേഷനിൽ നമ്മൾ 4 വ്യക്തികളെ സഹായിക്കുന്നതിലൂടെ തന്നെ നമ്മളുടെ ഇൻകം പ്ലാനിന്റെ ഓൾമോസ്റ്റ് 90% നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നു. ഐ ക്യാൻ ഗ്യാരണ്ടി യു, ഐ ക്യാൻ പ്രോമിസ് യു, ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ഇത്രയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇൻകം പ്ലാൻ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ നീഡ് ഡിമാൻഡ് ചെയ്യുന്ന, ഇന്നത്തെ റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായി അനാലിസിസ് നടത്തി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്.
പ്ലാറ്റിനം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളുടെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അടുത്ത റാങ്കിലേക്ക് പോകുമ്പോൾ, ദാറ്റ് മീൻസ് റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്ട്രക്ചർ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് റെഡ് ഡയമണ്ട് ആണ്, അടുത്ത റാങ്ക് എന്ന് പറയുന്നത്. ഈ റാങ്കിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2 സീനിയർ ഡയറക്ടേഴ്സിനെയും 2 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ഈ 2 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ആ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് 10,000 പോയിന്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാലും നിങ്ങൾക്ക് അടുത്ത ടൈറ്റിലേക്ക് പോകാൻ സാധിക്കും. ഇതുപോലെയാണ് ഇവിടുന്ന് അങ്ങോട്ട്, ദാറ്റ് മീൻസ് റെഡ് ഡയമണ്ട് മുതൽ ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് വരെയുള്ള ടൈറ്റിലുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഇത്തരത്തിൽ വോളിയവും അതിനൊപ്പം തന്നെ നമുക്ക് റാങ്കും ഒരുപോലെ നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന ആ ടൈറ്റിൽ വിൻ ചെയ്യുന്ന സമയത്ത് റെഡ് ഡയമണ്ട് ബോണസിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവുന്നു. റെഡ് ഡയമണ്ട് ബോണസ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്തൊരു ഹയർ ലെവൽ ബോണസ് ആണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്ന നെക്സ്റ്റ് ലെവൽ ഒരു കാറ്റഗറി ബോണസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ അച്ചീവേഴ്സ് മാത്രം എൻജോയ് ചെയ്യുന്ന ഒരു ബോണസ് ആണ്. അതും നമുക്ക് ഇവിടെ ഈ പറയുന്ന പ്ലാനിൽ നമുക്ക് എലിജിബിൾ ആണ്. ഈ പറയുന്ന പ്ലാനിൽ നമുക്കത് ലഭ്യമാണ്. സോ ഇങ്ങനെ ഏതൊരു വ്യക്തിക്കും വളരെ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകാനും ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനും അവരുടെ സ്വപ്നങ്ങളെ വളരെ വേഗത്തിൽ നേടിയെടുക്കാനും നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോട്ടം ലെവലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ പ്രോഗ്രഷൻ ബോണസും അതുപോലെ തന്നെ പവർ ഓഫ് 4ഉം പെട്ടെന്നൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നു. അതേസമയം തന്നെ ഒരു ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു, നിരവധി ബോണസുകളാണ് ഡയറക്ടർ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബോണസുകൾ വാങ്ങിക്കുന്ന ഒരു പറ്റം ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ ടൈറ്റിൽ വിൻ ചെയ്യാൻ സാധിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കേരള സർക്കാർ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. സോ നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങളും നല്ല മാനേജ്മെന്റും നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകളും ഒപ്പം നമ്മളെ സഹായിക്കുന്ന ഒരു കോമ്പൻസേഷൻ പ്ലാനും ഉണ്ടെങ്കിൽ ഇന്ന് ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ വലിയ രീതിയിലുള്ള മുതൽ മുടക്കുകളില്ലാതെ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഡയറക്ട് സെല്ലിംഗ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. സോ നല്ലൊരു കമ്പനി ചൂസ് ചെയ്തുകൊണ്ട് നല്ല പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ് പ്ലാന്റെ ഭാഗമായി എങ്ങനെ വിജയിക്കാം എന്നുള്ളത് ഇതിനോടകം തന്നെ മോദി കെയർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ മോദി കെയർ ഇൻഫിനിറ്റി പ്ലാനിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ബിസിനസ്സുമായി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ബിസിനസ് എന്താണെന്നും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എനിക്ക് എങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, എൻ്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും, എനിക്കിതിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആരാണോ അയച്ചു തന്നത് അവരുമായി നിങ്ങൾ ബന്ധപ്പെടാൻ തയ്യാറാവുക. അതല്ലെങ്കിൽ ഈ വീഡിയോ ആരാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, ആരാണെങ്കിലും ശരി, അവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. കാരണം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളിൽ മുഴുവൻ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ 29 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏറ്റവും നല്ല രീതിയിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടിയിൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മോദി കെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അറിയാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ബന്ധപ്പെടാൻ തയ്യാറാവുക. താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആരാണോ അയച്ചു തരുന്നത് അവരെയോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ തയ്യാറാവുക. എല്ലാവരെയും ഈ ഒരു വിജയത്തിന്റെ വഴിയിലേക്ക് വളരെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.